പച്ചടിയില്ലാതെ എന്ത് ഓണസദ്യ. പരമ്പരാഗതമായ രീതിയിൽ കോട്ടയം സ്റ്റൈലിൽ എങ്ങനെ ഒരു പച്ചടി വെക്കാമെന്ന് നോക്കാം. ഇവിടെ ഞാൻ മാങ്ങാപ്പച്ചടിയാണ് വെക്കുന്നത്. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 5 ചുമന്ന ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് അധികം പുളിയില്ലാത്ത ഒരു മീഡിയം സൈസ് മാങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തത് ഇട്ട് കൊടുക്കുക. വീണ്ടും ഇത് നല്ലതായിട്ട് വഴറ്റിയെടുക്കുക. അടച്ചു വെച്ച് വേവിച്ച് എടുക്കുന്ന റെസിപ്പിയല്ല. ഇങ്ങനെ ചെറുതായ തീയിലിട്ട് കുറച്ച് സമയമെടുത്ത് വഴറ്റി ഇത് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. വീണ്ടും നല്ലതായിട്ടൊന്ന് വഴറ്റുക. ടോട്ടൽ സമയം വഴറ്റാൻ ആവശ്യമുള്ളത് ഒരു 10 മിനിറ്റോളം ആണ്. അധികം വേവില്ലാത്ത മാങ്ങ ആണ് ഞാനിവിടെ ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നല്ലതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ അരച്ചത് 3/4 കപ്പ് തേങ്ങ അരച്ചതാണ്. ഇതിൽ ജീരകം ചേർത്തിട്ടില്ല, പച്ചമുളക് ചേർത്തിട്ടില്ല. തേങ്ങ മാത്രം നല്ല മഷി പോലെ അരച്ചെടുത്തതാണ്. ആ മിക്സി കഴുകിയ വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് ഏറ്റവും കുറഞ്ഞ തീയിലിട്ട് ഇത് ചേർത്തതിന് ശേഷം നല്ലതായിട്ടൊന്ന് 5 മിനിറ്റ് ഇളക്കുക. ഓഫ് ചെയ്യുക. ഇതിലേക്ക് 3 പച്ചമുളക് ചതച്ചതും 1 ടീസ്പൂൺ കടുക് ചതച്ചും കൂടെ ഇട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് നല്ല കട്ട തൈര് ഉടച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല രുചികരമായതും പെട്ടെന്നുണ്ടാക്കുന്നതുമായ ഒരു റെസിപ്പിയാണിത്. ഇതിലേക്ക് ചുമന്ന ഉള്ളി, കറിവേപ്പില, കടുക് ഇത് ഒന്ന് താളിച്ച് ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുക. നല്ല രുചികരമായ ഒരു പച്ചടി റെസിപ്പി റെഡിയായിട്ടുണ്ട്. ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഷൈന തോമസ്.